ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിത് ഇന്നൊരു ഞണ്ട് കറി റെസിപ്പി ആയിട്ടോ ഞാൻ വന്നേക്കുന്നത്. അപ്പം ഓൾറെഡി നമ്മൾ ഞണ്ട് ഇവിടെ കട്ട് ചെയ്ത് വൃത്തിയായിട്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞണ്ടും ഒരു 3 പച്ചമുളകും ഇത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് പൊട്ടറ്റോ കേട്ടോ, ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് നന്നായിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടേ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഒരു 3 സവാള സ്ലൈസാക്കി എടുത്തതും, പിന്നെ ഒരു 3 പച്ചമുളകും, ആവശ്യത്തിന് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില കേട്ടോ. ഇനി നമുക്കിതിനെ റെഡിയാക്കി എടുക്കാം. അതേ അപ്പോഴത്തേക്ക് നമ്മുടെ പൊട്ടറ്റയും ഞണ്ടും കൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റിയെടുത്തിട്ട് നമുക്ക് ഈ ചട്ടിയിൽ തന്നെ നമുക്ക് ഞണ്ട് കറി വയ്ക്കാം. അപ്പം ഞണ്ട് കറി വെക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 1 ടീസ്പൂൺ കടുകായിട്ടാണ് എടുത്തേക്കുന്നത്. അതേപോലെ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് സവാള, നമ്മൾ സൈസാക്കി വെച്ചേക്കുന്ന സവാളയെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. സോ അതൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. സോ നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഞണ്ടും ഉരുളക്കിഴങ്ങും കേട്ടോ. ഇനി ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി, പിന്നെ നമ്മൾ വെളുത്തുള്ളി, ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ 3 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പിലയും, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നമുക്കിതിനൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സോ അപ്പോൾ ഇത് ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. സോ എരിവ് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 3 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. കാരണം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇതിന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. അതൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ കൊണ്ട് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. സോ അപ്പം ഇതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി വരുമ്പോഴത്തേക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് മസാല റെഡിയാക്കിയെടുക്കാം. സോ ഇതുപോലെ വെള്ളം ഒഴിച്ച് നമ്മുടെ മസാല ഒന്ന് റെഡിയാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഞണ്ടിനെ ഇറക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഞണ്ടിനെ ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഞണ്ടിനെ ഇറക്കി കൊടുത്ത് ഇനി ഞണ്ടിനെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. മസാല ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന പൊട്ടറ്റയും കൂടി ഇട്ട് കൊടുക്കുക. അത്യാവശ്യം നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മസാല ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന പൊട്ടറ്റയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു സൂപ്പർ റെസിപ്പിയാണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.